എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചരിത്രത്തിലെയും ദൈവശാസ്ത്രത്തിലെയും ഒരു വലിയ പസിലിന്റെ ഒരു സമസ്യയുടെ കഷണങ്ങൾ ഓരോന്നായി ചേർക്കാൻ പോകുകയാണ്. സോളമൻ രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. സൂര്യന് കീഴെ പുതിയതായിട്ടൊന്നുമില്ല. ഈയൊരു ആശയമാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. അതായത്, വിശുദ്ധ ചരിത്രം എപ്പോഴും ആവർത്തിക്കുമെന്നൊരു വിശ്വാസമുണ്ട്, അല്ലേ? പ്രവാചകന്മാർ ഇതിനെ സുന്നത്തുകൾ അഥവാ ദൈവീകമായ രീതികൾ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, ചരിത്രം ഇതുപോലെ ആവർത്തിക്കുമെങ്കിൽ 12ാമത്തെ ഇമാം, അതായത് മഹ്ദിയുടെ വരവ് എങ്ങനെയായിരിക്കും? ഇതിനുള്ള ഉത്തരം ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കഥയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അതാണ് രസകരമായ കാര്യം. ശരി, അപ്പോൾ ഈയൊരു സമസ്യ നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. നമ്മൾ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം ചരിത്രം എങ്ങനെയാണ് ആവർത്തിക്കുന്നതെന്ന് നോക്കും. പിന്നെ ചില സമാനമായ ജനനങ്ങളും ഭീഷണികളും പരിശോധിക്കും. അതിനുശേഷം മഹത്തായ ഒരു അദൃശ്യതയെക്കുറിച്ച് സംസാരിക്കും. അയക്കപ്പെട്ട ഒരാൾ എങ്ങനെ അയക്കുന്ന ആളായി മാറുന്നുവെന്ന് കാണും. അവസാനം ശിഷ്യന്മാരിലൂടെയുള്ള മടങ്ങിവരവ് എങ്ങനെ ആയിരിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കും. ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. ചരിത്രത്തിന്റെ ഈ ആവർത്തന മാതൃക. ഇസ്ലാമിക വിശ്വാസത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. അതായത്, സംഭവങ്ങളും ദൈവികമായ രീതികളും വീണ്ടും വീണ്ടും ആവർത്തിക്കുമെന്ന്. മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അനുയായികൾ അവർക്ക് മുൻപുള്ള ക്രിസ്ത്യാനികളെയും യഹൂദരെയും പിന്തുടരുമെന്ന്. ഇത് ഈ ആശയത്തിന് ശരിക്കും അടിവരയിടുന്നു. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു തിയറിയൊന്നും അല്ലാട്ടോ. 12ാമത്തെ ഇമാമിന്റെ കാര്യങ്ങൾ യേശുവിന്റെ കാര്യങ്ങളുമായിട്ട് ഒരുപാട് സാമ്യമുണ്ടെന്ന് പ്രവാചക വചനങ്ങൾ തന്നെ നേരിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധം പണ്ടേ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ്. ഓക്കേ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങുന്നത്. അവരുടെ ജീവിതത്തിലെ ആദ്യ നിമിഷങ്ങളിലെ ആ അവിശ്വസനീയമായ സാമ്യം നമുക്ക് നോക്കാം. ഇപ്പോ ഈ സ്ലൈഡൊന്ന് നോക്കിക്കേ. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ രസകരമാണ്. ഇവരുടെ ജനന സമയത്തുള്ള സാഹചര്യങ്ങൾ, അതായത് രാഷ്ട്രീയ ഭീഷണി മുതൽ നടന്ന അത്ഭുതങ്ങൾ വരെ ഏതാണ്ട് ഒരേപോലെയാണല്ലേ? ഒരു കോപ്പി പേസ്റ്റ് എന്ന് തന്നെ പറയാം. യേശുവിന് ഹെരോദാവ് രാജാവിൽ നിന്ന് ഭീഷണി, 12ാമത്തെ ഇമാമില് അബ്ബാസി ഖലീഫയിൽ നിന്ന് ഭീഷണി. രണ്ടുപേരുടെയും ജനനം അത്ഭുതകരമായിരുന്നു. രണ്ടുപേരുടെയും വരവിനെക്കുറിച്ച് പ്രവചനങ്ങളുണ്ടായിരുന്നു. മാലാഖമാരുടെ അറിയിപ്പുകൾ. രണ്ടുപേരും ശൈശവത്തിൽ സംസാരിച്ചു. രണ്ടുപേരും ദാവീദിന്റെ പിൻഗാമികളാണ്. ശരിക്കും അവിശ്വസനീയം. ഈ സാമ്യം ഇവിടെ തീരുന്നില്ല. അവരുടെ ജീവിതത്തിലെ നമുക്കറിയാത്ത ആ രഹസ്യമായ കാലഘട്ടങ്ങളിലും ഇത് തുടരുന്നുണ്ട്. അതാണ് അടുത്ത വിഷയം, മഹത്തായ അദൃശ്യത. ഈ ടൈംലൈൻ നോക്കൂ. രണ്ടുപേർക്കും ചെറുപ്പത്തിൽ തന്നെ ലോകത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഹെരോദാവിനെ പേടിച്ച് യേശുവിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഒളിപ്പിച്ചു. അതുപോലെ ഖലീഫയിൽ നിന്നുള്ള ഭീഷണി കാരണം 5ാമത്തെ വയസ്സിൽ 12ാമത്തെ ഇമാം അദൃശ്യനായി. ഇനി യൗവനത്തിലേക്ക് വന്നാലോ? യേശുവിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട വർഷങ്ങൾ എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തെക്കുറിച്ച് ആർക്കും വലിയ ധാരണയില്ല. അതുപോലെ തന്നെയാണ് ഇമാമിന്റെ കാര്യത്തിലും ചെറുതും വലുതുമായ തിരോധാനം സംഭവിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യമെന്തെന്നാൽ ഇരുവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അവരുടെ അനുയായികൾ വിശ്വസിക്കുന്നത്, ഒരു അമാനുഷികമായ ആയുസ്സോടെ. അപ്പോ ഈ അദൃശ്യമായിരുന്ന കാലഘട്ടം വെറുതെ കാത്തിരിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. അതിരുവർക്കും വലിയൊരു മാറ്റത്തിന്റെ, ഒരു രൂപാന്തരത്തിന്റെ കാലഘട്ടം കൂടിയായിരുന്നു. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഈ ഒരു 4 ഘട്ടങ്ങളുള്ള പ്രക്രിയ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. 1ാമത്തെ ഘട്ടം ദൂതനെ അയക്കുന്നു, അതായത് ഒരു ദൈവിക ദൗത്യവുമായി ഒരാൾ വരുന്നു. 2ാമത്തെ ഘട്ടം അദൃശ്യത, ആ വ്യക്തിയെ ലോകത്തിൽ നിന്ന് മാറ്റുന്നു അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. 3ാമത്തെ ഘട്ടം രൂപാന്തരം, ഈ സമയത്ത് ആ വ്യക്തിക്ക് പുതിയ ദൈവികമായ അധികാരവും ശക്തിയും ലഭിക്കുന്നു. 4ാമത്തെയും അവസാനത്തെയുമായ ഘട്ടത്തിൽ അയക്കുന്നയാൾ ഉദയം ചെയ്യുന്നു, അതായത് ആ വ്യക്തി തന്നെ പുതിയ ദൂതന്മാരെ അയക്കാൻ തുടങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്താൽ അയക്കപ്പെട്ട ഒരാൾ ദൈവത്തിനു വേണ്ടി മറ്റുള്ളവരെ അയക്കുന്ന ഒരാളായി മാറുന്നു. ഇതാണ് ആ മാറ്റം. ഈയൊരു പാറ്റേൺ, അതായത് അയക്കുന്നയാളായി മാറുന്ന ഈ രീതി മുഹമ്മദ് നബിയുടെ മിറാജ് യാത്രയിലും നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം സ്വർഗാരോഹണം ചെയ്ത് ദൈവീകമായ അധികാരങ്ങൾ ഏറ്റുവാങ്ങിയാണ് തിരികെ വന്നത്. അപ്പോൾ ഇതൊരേ ദൈവിക നിയമത്തിന്റെ പല ഉദാഹരണങ്ങളിൽ ഒന്നുമാത്രമാണ്. ഇതോടെ നമ്മൾ ഈ പസിലിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വലിയ രൂപാന്തരം അവരുടെ മടങ്ങിവരവിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമുക്ക് നോക്കാം. യേശു പറഞ്ഞ ഒരു വാക്യമുണ്ട്, പിതാവെന്നെ അയച്ചതുപോലെ ഞാൻ ഇപ്പോൾ നിങ്ങളെ അയക്കുന്നു. ഇതിന്റെ അർത്ഥമെന്താണ്? തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു ലോകം മുഴുവൻ പ്രത്യക്ഷപ്പെട്ടില്ല. പകരം താൻ അയച്ച അപ്പോസ്തലന്മാരിലൂടെ രഹസ്യമായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതൊരു വലിയ പോയിന്റാണ്. അപ്പോൾ ഈ ഒരു ദൈവികമായ മാതൃക നമ്മൾ പിന്തുടരുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാകും.
യേശു തന്റെ 12 അപ്പോസ്തോലന്മാരെ അയച്ചു. മുഹമ്മദ് നബി 12 ഇമാമുകളെ അയച്ചു. അങ്ങനെയെങ്കിൽ 12ാമത്തെ ഇമാം, അതായത് മഹദി, തിരികെ വരുമ്പോൾ അദ്ദേഹം എന്തു ചെയ്യും? അതേ മാതൃക പിന്തുടർന്ന് അദ്ദേഹം 12 മഹദികളെ അയക്കും. അതായത് അദ്ദേഹത്തിന്റെ മടങ്ങിവരവെന്നത് ഒരൊറ്റ വലിയ സംഭവമല്ല, മറിച്ച് അദ്ദേഹം അയക്കുന്ന ദൂതന്മാരിലൂടെ സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ആരാണീ മഹദികൾ? 12ാമത്തെ ഇമാം അയക്കുന്ന പ്രവചിക്കപ്പെട്ട 12 പിൻഗാമികളും ശിഷ്യന്മാരുമാണവർ. ലോകം മുഴുവൻ ഒരു ദൈവിക ഭരണം സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കുക എന്നതാണ് അവരുടെ ദൗത്യം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ പ്രധാന ആശയം ഇതാണ്. ഈ മടങ്ങിവരവ് എന്ന് പറയുന്നത് നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ഭാവി സംഭവം മാത്രമല്ല, അത് ഇതിനകം തന്നെ ആരംഭിച്ചൊരു പ്രക്രിയയാണ്. യേശുവിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ അത് തെരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരിലൂടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവസാനം ഒരു വലിയ ചോദ്യത്തിലാണ് എത്തിനിൽക്കുന്നത്. ചരിത്രത്തിന്റെ ഈ ദൈവീക മാതൃക, ഈ പാറ്റേൺ ശരിയാണെങ്കിൽ ഇന്നത്തെ ലോകത്തിന് അതിന്റെ അർത്ഥമെന്തായിരിക്കും? ഇതൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ.